ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യണത് മാക്രോണിയാണ്. അപ്പോൾ കൂടുതൽ വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് ഈ മാക്രോണി ഇടണം. അപ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു 7 മിനിറ്റോളം വേവിച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവണ വരെ വെയിറ്റ് ചെയ്യാം. അതേസമയം കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത പീസ് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ശേഷം നമ്മൾ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും സവാളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട്. ഈ വെജിറ്റബിൾസിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കണം. അധികം വേവിച്ച് ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലെടുത്താൽ മതി. ഇനി അതിലോട്ട് ഒരു ചെറിയ തക്കാളി കുരൊന്നും ഇല്ലാണ്ട് അതിൻ്റെ സൈഡ് മാത്രം കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ റെഡ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബട്ടർ കുറച്ച് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അടുത്ത സ്റ്റെപ്പ് വൈറ്റ് സോസ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ആദ്യം ആ മാക്രോണി വേവിച്ചെടുത്ത അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണിൽ നിറയെ ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. അടുത്തതായിട്ട് വെളുത്തുള്ളി 3-4 എണ്ണം എടുത്ത് കുഞ്ഞാ കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ഒഴിവാക്കരുത്. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം 3 സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ ഒന്ന് അടി കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. പിന്നെ അതിലോട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പിൻ്റെ പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഒരു തരി പോലും ഇല്ലാണ്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. വൈറ്റ് സോസൊക്കെ നല്ല കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ബട്ടറിൽ ഉണ്ടാവും. അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത പൊടികൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ചെറിയൊരു തള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മാക്രോണി അതിലോട്ടിട്ട് മിക്സ് ചെയ്യണം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ ആ സോസിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം കുത്തി ഉടക്കരുത്. എല്ലാ ഭാഗത്തും ആ സോസൊക്കെ ഒന്ന് എത്തിയാൽ മതി. പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തു വെച്ച എല്ലാ വെജീസും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മാക്രോണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. ഇപ്പോൾ കളർഫുള്ളായിട്ടില്ലേ, കിടിലൻ റെസിപ്പിയാണ് ഗൈസ്. നമുക്കൊരു പ്ലേറ്റിലെടുത്ത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ആ സോസൊക്കെ ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാൻ ചായയുടെ ഒപ്പം ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ സോസോട് കൂടിയ മാക്രോണിയും ചിക്കൻ്റെ ഒരു പീസും കൂടെ വെച്ച് കഴിച്ച് നോക്കാം. വാവ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.